നമസ്തേ ഗംഗാമയാണ്. ഇന്നത്തെ വിഷു നല്ല ഗംഭീരമായിട്ട് എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഉള്ളതുപോലെയെല്ലാം നിങ്ങൾ എല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ട് ആചരിച്ചു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വിഷു വരെയുള്ളതേ പറയാറുള്ളൂ. വിഷു കഴിഞ്ഞതിന് ശേഷമുള്ള വിശേഷങ്ങൾ ആരും പറയാറില്ല. അപ്പോൾ വിഷു കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് ഗംഗാമ്മ പറയാൻ പോണത്. ഇത്തവണത്തെ വിഷു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും വളരെയധികം വിപുലമായിട്ട് ഞാൻ ആചരിച്ച ഒരു വിഷുവാണ്. അപ്പോൾ നമ്മൾ വെക്കണ ഓരോ വസ്തുക്കളും സത്ത്, രജ, തമോ ഗുണത്തിൽ പെട്ടതാണ്. വിഷുക്കണിയിൽ നമ്മൾ ഒരുക്കണ ഓരോ കണി വസ്തുക്കളും സത്ത് ഗുണവും രജോ ഗുണവും തമോ ഗുണമുള്ളതാണ്. അതിന് പ്രാധാന്യം നമ്മുടെ ലൈഫിൽ തന്നെയാണ് വരിക. അപ്പോൾ ഇനി പറയാൻ പോണത് ഈ വിഷുക്കണി എന്നുള്ളത് ഒരു പുതുവർഷത്തെ നമ്മൾ എല്ലാ ഫലമൂലാദികളോടും കൂടി കണി കാണുക എന്നുള്ള ഒരു സങ്കല്പമാണ്. അതും നമ്മുടെ മുഖത്തെ തന്നെ നമ്മൾ കാണാനാണ് കണ്ണാടി വെക്കണത്. അപ്പോൾ അതിന് കാരണം അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ളത് തന്നെ. ആ ശുദ്ധബോധം നീ ആകുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ നമ്മളവിടെ ദേവനെ ദർശിക്കണു, നമ്മളെ ദർശിക്കണു. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വിഷു പിറ്റേ ദിവസം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടൊരു വിഷു ബലി സമർപ്പിക്കണ ഒരു ചടങ്ങുണ്ട്. അത് എവിടെയും പരാമർശിക്കണതായിട്ട് കാണാറില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ്. ഞാനത് എവിടെയും കേട്ടിട്ടില്ല. എന്നാൽ പഴമക്കാരിൽ നിന്നിരുന്നതും അവരുടെ ആചാരങ്ങളിൽ അവർ ചെയ്തിരുന്നതുമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറയാൻ പോവാണ്. അതായത് പിതൃബലി. അതായത് വിഷുബലി എന്നാ പറയുക അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വേവിച്ച ചോറ് വേണം. ഈ ഉണക്കലരി ഈ പടച്ചോറ് അമ്പലത്തിൽ നിന്ന് കിട്ടണ പോലെ വേവിച്ച ചോറ് ഉണ്ടാക്കുക. ലളിതമായിട്ട് ഒരു കറി ഉണ്ടാക്കുക. കറി അതിന് നിർബന്ധമാണ്. ഒരു പച്ചക്കറി എന്തെങ്കിലും പരിപ്പ് കറിയോ പച്ചക്കറി എന്തെങ്കിലും വെക്കുക. ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളവും വെക്കുക. അതിലൊരു ഒരു കതിര് തുളസിയുടെ ഇലയോ അല്ലെങ്കിൽ മറ്റേ ചെറുള്ളയുടെ തണ്ടോ ഇടാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാഴപ്പഴം കൂടി വെക്കാം. ആണെങ്കിൽ വാഴപ്പഴം വെച്ചാൽ മതി. ഗുരുശാപമുള്ളവരൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഗുരുശാപമുള്ളവർ, ശനിബാധല്ല, ഗുരുശാപമുള്ളവർ. അപ്പോൾ അതായത് ഗുരുപ്രീതി ഇല്ലാത്തവർ കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരളവിൽ നിങ്ങൾ കയ്യിലെടുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ കുളത്തിന്റെ കരയിൽ, അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറസായ പറമ്പിന്റെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു നാക്കലെടുത്തിട്ട് ഇതെല്ലാം വെക്കുക. കൈകൾ കൂട്ടിയിട്ട് മനസ്സിൽ പിതൃക്കളെ സ്മരിക്കുക. അതായത് ഞങ്ങളുടെ പിതൃപുരുഷന്മാർക്ക് ഇത് സമർപ്പിക്കുന്നു. കാരണം ഇത് പിതൃപുരുഷന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ള അതാണ് പിതൃബലി. അപ്പൊ അവർക്ക് അത് സ്മരിച്ചുകൊണ്ട് അവിടെ വെച്ചു കൊടുക്കുക. കുറച്ച് നേരം കണ്ണടച്ചിട്ട് നിങ്ങളെ സ്മരിക്കുക. നിങ്ങൾക്കിപ്പോൾ പല ആൾക്കാർക്കും ശ്രാദ്ധ കൂട്ടാനോ അതുപോലെ തന്നെ അമാവാസി ബലിയിടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു വിഷുബലി ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ അതേ ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ കണ്ണടച്ചിട്ട് അവരെ സ്മരിച്ചതിന് ശേഷം ഈ നമ്മൾ വെച്ച ആ ചോറുണ്ടല്ലോ, അത് ഏകദേശം ഒരു അരമണിക്കൂർ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് പക്ഷികൾക്ക് അന്നം ദാനം നൽകണ ഒരു ചടങ്ങുണ്ടല്ലോ നമുക്ക് ഹിന്ദുക്കൾക്ക്. അതുപോലെ ദാനം നൽകുക. പക്ഷികൾക്ക് എല്ലാം അവിടെ വെതറിട്ട് കൊടുക്കുക. പറമ്പിലാണെങ്കിൽ പറമ്പിൽ, വെള്ളത്തിലാണെങ്കിൽ മീനിന്. അതാണ് ഏറ്റവും നല്ലത്. വെള്ളത്തിൽ മീനിന് കൊടുക്കലാണ് ഒരു ചടങ്ങാണ് അതെല്ലാം. ഒരു നമ്മളെല്ലാം സങ്കല്പമാണല്ലോ. നമ്മളെല്ലാം സങ്കല്പിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഹൈന്ദവന്റെ രീതിയും സംസ്കാരം അങ്ങനെയാണ്. അപ്പൊ വെള്ളത്തിലാണെങ്കിൽ മീനുകൾക്കും കൊടുക്കുക. കരയിലാണെങ്കിൽ പക്ഷി മൃഗാദികൾക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കുളിച്ച് ശുദ്ധമായിട്ട് വീട്ടിലേക്ക് വരിക. ഇത് ഈ ഒരു വിഷു ബലി ദൈവത്തിന്റെ സമൃദ്ധിയോടൊപ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് പിതൃക്കളെ അനുഗ്രഹം. അപ്പൊ അതൊന്ന് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.